ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കാസർഗോഡ് മനോഹരമായിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റുന്ന ഒരു ഹിഡൻ വ്യൂ പോയിൻ്റാണ്. ഇവിടുന്ന് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിക്കരയിലെ റെഡ് മൂൺ ബീച്ച് പാർക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല മനോഹരമായി റെയിൽ പാളം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പച്ചപ്പ് കാണുന്നില്ലേ, പാടമാണോ ഇപ്പോൾ അവിടെ കൃഷി നടക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്തായാലും നല്ല ഭംഗിയിൽ പച്ചപ്പ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അങ്ങനെ നീണ്ട് വിശാലമായി കിടക്കുന്ന കടലും കാണാൻ പറ്റുന്നുണ്ട്. ഇത് ബേക്കൽ കോട്ടയുടെ ഒക്കെ അടുത്ത് തന്നെയാണ്, ബേക്കൽ ബീച്ച് പാർക്കിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം വരുന്നത്. ഈ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ആൾക്കാർക്കൊക്കെ ഈ വ്യൂ പോയിൻ്റ് അറിയുമായിരിക്കണം. പക്ഷെ ദൂരത്തുനിന്നുള്ളവർക്ക് അറിയാൻ വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു ഹിഡൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത്. പള്ളിക്കരയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സൈഡിലുള്ള റോഡിൽ കൂടിയാണ് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയത്. ഇതിന് മൊട്ടമ വ്യൂ പോയിൻ്റ് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ആ പേര് വന്നതെന്ന് എനിക്കറിയില്ല. വണ്ടി മെയിൻ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് സ്കൂളിൻ്റെ സൈഡിലുള്ള റോഡിൽ കൂടി നടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യൂ പോയിൻറ്റിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് പള്ളിക്കര സ്കൂളുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ റീൽസ് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്തപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് കമൻറ്റ് വഴി പറഞ്ഞു, പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബ്രേക്ക് എടുത്തിട്ടും അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്ത് വന്നിട്ടും ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് ഈ വ്യൂ ഒക്കെ കാണാറുണ്ട്, നമ്മൾ എൻജോയ് ചെയ്യാറുണ്ടെന്നൊക്കെ. ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ അതെന്തൊരു അടിപൊളി സംഭവമാണ്. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമൊന്നുമല്ലല്ലോ സ്കൂളിൻ്റെ തൊട്ട് പിന്നിൽ അല്ലെങ്കിൽ സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെയുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. തൊട്ടടുത്ത് സ്കൂളുണ്ട്, സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുന്നവർ ഇവിടെ മലിനമാക്കാതെ നാടിൻ്റെ ഭംഗി അതുപോലെ നിലനിർത്തണമെന്ന് ഞാൻ എടുത്തു പറയുകയാണ്. കാരണം ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അത് ആ നാട്ടുകാർക്ക് ദോഷമാവാത്ത രീതിയിലാവണമല്ലോ. ഇവിടെ ഇപ്പോൾ കടലിൻ്റെയും ചീവീടിൻ്റെയും ശബ്ദമാണ് കൂടുതൽ കേൾക്കുന്നത്. ഇതൊക്കെ റെഡ് മൂൺ ബീച്ച് പാർക്കിൻ്റെ തന്നെ ഭാഗങ്ങളാണ്. എനിക്കിവിടെ ഒരു സ്വിറ്റ്സർലാൻഡിനൊക്കെ ഒരു ലുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. ഞാൻ പൊക്കിപ്പറയല്ല, കാസർഗോഡിന് എന്തോ അത്രയും നല്ല ഭംഗിയാണ് കേട്ടോ. ട്രെയിന് വരുന്നുണ്ട്. ട്രെയിന് പോകുമ്പോഴാണ് ഇവിടെ ഏറ്റവും ഭംഗി. അങ്ങ് ദൂരെ പച്ചപ്പിനിടയിൽ ഒട്ടകം മേയുന്നത് കാണുന്നില്ലേ? അത് പള്ളിക്കരയിലെ റെഡ് മൂൺ ബീച്ച് പാർക്കിൽ വൈകുന്നേരങ്ങളിൽ ഒട്ടക സവാരി, കുതിര സവാരി ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഒട്ടകത്തെ അവർ മേയാനായിട്ട് വിട്ടിരിക്കുന്നതാണ്. സാധാരണ നമ്മൾ ഒട്ടകത്തെ മരുഭൂമിയിലാണല്ലോ കാണാറുള്ളത്. ഇതിപ്പോൾ പച്ചപ്പിനിടയിൽ ഒരു ഒട്ടകം. എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലെയുള്ള പുതിയ ചാനലുകളെ പ്രോത്സാഹിപ്പിക്കൂ. ഈ കാണുന്നവരെല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതെനിക്ക് മനസ്സിലായി. കാരണം ചില വീഡിയോസിന് അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ട്, പക്ഷെ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഇല്ല. ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആവാറായി. ഒക്ടോബർ പകുതിയാവുമ്പോഴേക്കും, ഈ വരുന്ന ഒക്ടോബർ പകുതിയാവുമ്പോഴേക്കും 1 വർഷമാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിർബന്ധിക്കുന്നില്ല. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഈ കുട പിടിച്ച് നിൽക്കുന്നത് മറ്റാരുമല്ല, എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ ഞാൻ ഒറ്റയ്ക്കും ചെയ്യാറുണ്ട്, ഹസ്ബൻഡ് ഒരുമിച്ചും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന യാത്രകളാണ്. പാരൻസിനെയും വിളിക്കാറുണ്ട്, പക്ഷേ അവരുടെ കാര്യം അറിയാലോ, 100 തവണ വിളിച്ചു കഴിഞ്ഞാൽ 10 തവണ വന്നാലായി, അങ്ങനെയാണ് അവരുടെ കാര്യം.